ാണത്. നമ്മൾ എന്ത് സംസാരിക്കണം. പിന്നെ ഇവർക്ക് തെളിവുണ്ടാക്കാൻ വേണ്ടി അവർ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണിത്. അതുകൊണ്ടാണ് നമ്മളതിനെ തളർന്ന് അവിടെ എത്തണം. പിന്നെ ചോദിക്കേണ്ടായി, ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ എന്ന്. ഞാൻ പറയട്ടെ, ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ നിങ്ങളല്ലേ മറുപടി പറയേണ്ടത്. ഇതാ പിന്നെ ഫൈസലും ഞാൻ ക്ലിപ്പുകൾ കൊണ്ടുവരണമെന്നുള്ള ക്ലിപ്പുകൾ കൊണ്ടുവരാഞ്ഞത്. കാരണം ക്ലിപ്പ് കട്ട് വേണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരു ക്ലിപ്പ് ഞാൻ കൊടുത്തിട്ടില്ല. എല്ലാ ക്ലിപ്പും എൻ്റെ കയ്യിലുണ്ട്. അവിടെ ഫൈസൽ എഴുതി കൊടുത്താൽ എന്താ, മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ. അപ്പൊ ഇതിൽ ഭൗതികമാണോ ജിന്ന് അഭൗതികമാണോ? മനുഷ്യ സമയത്തും ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ? എന്താ അഭിപ്രായം? ഒന്ന് പറയട്ടെ. അദൃശ്യവും അഭൗതികമാണോ മനുഷ്യ സമയത്തോളം? നമ്മൾ പിന്നെ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് ജിന്നുകളെ സംബന്ധിച്ച നിയമങ്ങളല്ലോ. നമ്മൾ നിയമങ്ങൾ പഠിപ്പിക്കേണ്ടത് തൗഹീദ് ശിർക്ക് പഠിക്കേണ്ടത് മനുഷ്യ സംബന്ധിച്ചല്ലേ. മനുഷ്യ സമയത്തോളം അഭൗതികം തന്നെയാണ് ജിന്ന്. അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും വാദമുണ്ടോ? എണ്ണിക്ക് തെളിവുണ്ടോ? നിങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ഭൗതികമാണ് എന്ന് എന്താ തെളിവുകളുണ്ട്? കാരണം മനസ്സിലാക്കണം, എന്താ ജിന്ന് ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശിർക്കിൽ അകപ്പെടുത്താൻ വേണ്ടി, അവർ ശിർക്ക് വളർത്താൻ വേണ്ടിയുള്ള ഒരു ദുർവ്യാഖ്യാനമാണ് ഈ പിന്നെ ഭൗതികവും അഭൗതികവും. നമ്മൾ മനസ്സിലാക്കണം, ആലിമുൽ ഗൈബി വശഹാദയാണ്. ഗൈബിയായ ലോകവും അതുപോലെ ഷഹാത്തിന്റെ ലോകമാണ്. അതെന്താണ്? ആ ലോകമാണ് നമ്മൾ കാണുന്ന ലോകം. അതിനെക്കുറിച്ച് അള്ളാഹു അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ വഹീന്റെ ആവശ്യമില്ല. നേരെ മറിച്ച് ഗൈബിയായ ലോകം, ജിന്നുകൾ എവിടെയാണുള്ളത്? ഷഹാത്തിലാണോ ഗൈബിലാണോ? ഏത് ലോകത്താണ് ജിന്നുകളുള്ളത്? ആലിമുൽ ഗൈബിലാണോ ആലിമുൽ ഷഹാദയിലാണോ? ആലമു ഷഹാദയിലാണെങ്കിൽ തീർച്ചയായും ഞാൻ പറയുന്നു, ആലമു ഷഹാദയിലാണ് ജിന്നുകളെങ്കിൽ ഭൗതികമാണ്. പക്ഷെ കാരണം അത് ആലമു ഷഹാദയിൽ ഒരു കാര്യവും മനസ്സിലാക്കാൻ ഗൈബിന്റെ പിന്നെ വഹീന്റെ ആവശ്യമില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീയുടെ മാത്രമാണ് ജിന്നുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ആ ജിന്ന കഴിവുകൾ മനസ്സിലാക്കിയത്. പിന്നെ എന്തിനാ ജിന്ന ഇങ്ങനെ ഭൗതികമാക്കുന്നത്? അത് ഭൗതികമാക്കിയാലേ ഇവരെ ശിർക്കൻ വാദം പ്രചരിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ടാ. കാരണം അഭൗതികമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവർക്ക് ജിന്നുള്ള ഈ സഹായത്തേട്ടം ശിർക്കാണ് എന്ന് തെളിയിക്കാൻ കഴിയില്ല. അപ്പൊ അതിന് ദുർവ്യാഖ്യാനമാണ് ഇതിന് ജിന്ന് ഭൗതികമാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എപ്പോഴാണ് ഈ ജിന്ന് ഭൗതികമാണെന്ന് കേൾക്കാൻ തുടങ്ങിയത്? നിങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന ആളുകളാണല്ലോ, ചിന്തിക്കണമല്ലോ. നിങ്ങൾ ഈ വിഷയം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് ജിന്ന് ഭൗതികമാണെന്ന് കേൾക്കാൻ തുടങ്ങിയത്? അമാനി മോലി പരിഭാഷയിലുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഉസ്മാൻ സാഹിബ് ജിന്നെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ? അവരൊക്കെ പറഞ്ഞത് എന്താ? അവരൊക്കെ പറഞ്ഞത് അവരെല്ലാം ഭൗതികമാണെന്നാണ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം, ജിന്ന് ഭൗതിക ജീവിയല്ല. ഒരുപക്ഷെ ഭൂമിയിലായിരിക്കാൻ താമസം, അതല്ല അതിനപ്പുറത്തായി താമസം. എവിടെയാണെന്ന് നമുക്കറിയില്ല. ഇവിടെ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. പിന്നെ വരുമോ ഇല്ലയോ നമുക്കറിയില്ല. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ വഹി വേണം. അപ്പോൾ ഏതൊരു കാര്യവും ഭൗതികവും അഭൗതികവും എന്ന് വേർതിരിക്കാൻ, കാരണം ഭൗതിക അഭൗതികം പിന്നെ മലയാള വാക്കാണ്. അതിൻ്റെ പിന്നെ അറബി വാക്ക് എടുത്തോളൂ. അഭൗതികമായ കാര്യങ്ങൾ, ഗൈബിയായ കാര്യങ്ങൾ, അതാണ് അഭൗതികം എന്ന് പറഞ്ഞാൽ. ആ ഭൗതികമായ കാര്യങ്ങളെ കുറിച്ച് അറിവ് ലഭിക്കണമെങ്കിൽ വഹി നിർബന്ധമാണ്. ജിന്നെ കുറിച്ച് ഏതെങ്കിലും ഒരു അറിവുണ്ടാക്കാൻ നിങ്ങളെ ഭൗതിക ലോകത്ത് സാധിക്കുമോ? നിങ്ങൾക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു. ജിന്നെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു അറിവുണ്ടാക്കിയെടുക്കാൻ. പിന്നെ എങ്ങനെ നിങ്ങൾ ജിന്ന് ഭൗതികമാണെന്ന് പറയാ? പിന്നെ അള്ളാഹു മാത്രമാണ് അഭൗതികം എന്നുള്ളത് അത് വേറെ വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇനി സംസാരിക്കാം. അതേക്കുറിച്ച് ഇവിടെ മറുപടി ഉണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട. അള്ളാഹു മാത്രമേ അഭൗതികമായി സഹായിക്കാൻ കഴിയൂ എന്നുള്ളത് അത് വേറെ വിഷയമാണ്. ഇവിടെ നമ്മൾ സംസാരിച്ചത് എന്താണ്? സക്കരിയ സലാഹിയുടെ ഈ വാദം, ആ വാദം അത് പിഴച്ചതാണ്. ഈ ജിന്നോടുള്ള അത് ഭൗതികമായ ജിന്നോട് ഭൗതിക സഹായത്തിട്ടം, ഹാജറായ ഖാദിറ ഹയ്യ ജിന്നോട് ഭൗതിക സഹായത്തിട്ടം, അത് സക്കരിയ നിസ്സാരവൽക്കരിച്ചു. അത് വെറും ഹറാമയാകുമെന്ന് പറഞ്ഞു. അല്ല, അത് ശിർക്കാണ്. കാരണം എന്തേ? അത് ഹറാമേ ആകു തെളിയിക്കാനുള്ള ഒരു പ്രമാണവും സക്കരിയ എത്ര പ്രാവശ്യം വെല്ലുവിളിച്ചു? ഈ ജിന്നുവാദി പണ്ഡിതൻ എത്ര പ്രാവശ്യം വെല്ലുവിളിച്ചു? ഒരു പ്രാവശ്യമെങ്കിലും, ഒരായത്തെങ്കിലും, ഒരു ഹദീസെങ്കിലും ഇത് അനുവദനീയമായി തെളിയിക്കാൻ കഴിഞ്ഞോ? പിന്നെ ചോദിച്ചു, നിങ്ങൾ ജിന്നോടുള്ള സഹായത്തേട്ടം എന്താണ്? അത് ശിർക്കാവ് തെളിവാ. ഇസ്ലാമിക് വിശുദ്ധ ഖുർആനിൽ നിരവധി ആയത്തുകളെ ശിർക്കാവ് തെളിവാ. എന്റെ കാരണം ആ ജിന്നെ കുറിച്ചുള്ള നമുക്ക് ഒരു ശിർക്കല്ലാതെ സഹായത്തേട്ടം നമുക്ക് നടത്തണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ ഫضലക്കോട് ചോദിക്കുന്നു, ആ പുസ്തകം തരുന്നു. അദ്ദേഹത്തിന് ഉദാഹരണത്തിന് മൂപ്പര് ഇത് ഇസ്തിയാനത്താണോ? കുറെ വിഷയമാണ്, അത് വേറെ വിഷയം. ഇത് ഇസ്തിയാനത്താണോ അല്ലെ ചോദിച്ചു. ആ ഇസ്തിയാനത്ത് അത് എന്തുകൊണ്ട് ശിർക്കാവുന്നില്ല? അത് നേർക്കുനേറുള്ളതാണ്, നമുക്ക് അറിയാൻ കഴിയാവുന്നതാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ്. എന്നാൽ ജിന്നെ ഒരു ചായ കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ശിർക്കാണോ? അത് ഹറാമാണോ? എന്താണത്? അത് പറയാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തെ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ?
അത് ശിർക്കാണ് എന്നാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? അവിടെ ഒരു ജിന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പില്ല. ആ ജിന്നത് ചായ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഉറപ്പില്ല. ആ ജിന്ന് അവിടെ ഹയ്യാണോ എന്ന് ഉറപ്പില്ല, ഉണ്ടോ എന്ന് ഉറപ്പില്ല. ആ ജിന്ന് ഹാദിറാണോ എന്ന് ഉറപ്പില്ല. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒരു സുഹൃത്തിനോട് ചോദിക്കേണ്ടായി, എൻ്റെ ക്ലാസ്സുകൾ കേട്ട് പിന്നെ അവിടെ നിന്നൊക്കെ അവസാനിക്ക് വന്ന അത്ഭുതം വരെ ചോദിച്ചു, അല്ല മൗലവി ഈ സക്കരിയ പറയുന്ന ഈ വാദം എന്താ? ഇപ്പം വിളിച്ചു നേടുന്നൊരു ഭാഗത്ത് ഒരു ജിന്നുണ്ട്, ആ ജിന്ന് പൊട്ടനാണെങ്കിലോ? കാരണം മനുഷ്യന്മാർ പൊട്ടന്മാരിൽ പൊട്ടൻ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ ഇതാണ് വിഷയം. ജിന്നിനെ കുറിച്ചുള്ള ഏത് ചോദ്യവും നമ്മൾ മാറ്റുരയ്ക്കേണ്ടത് വിശുദ്ധ ഖുർആന്റെയും അടിസ്ഥാനത്തിലാണ്. അങ്ങനെ മാറ്റുരക്കുമ്പോൾ ജിന്നിനോടുള്ള ഒരു സഹായത്തേട്ടവും അനുവദനീയമാണ്, അല്ലെങ്കിൽ ഹറാമാണ് എന്ന് തെളിയിക്കുന്ന ഒരു തെളിവുമില്ല. നേരെ മറിച്ച് ജിന്നെക്കുറിച്ച് എല്ലാ അറിവും ഗൈബി ആയതുകൊണ്ട് തന്നെ, എല്ലാ അറിവും പ്രത്യേകം മനസ്സിലാക്കുക, ജിന്നെക്കുറിച്ച് എല്ലാ അറിവും ഗൈബി ആയതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം ആ ജിന്നുള്ള സഹായത്തേട്ടം ശിർക്കാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ വസിയത്തു ശിർക്കാണ് എന്നതിന് തെളിവ് അവിടെ നിങ്ങൾ കൊണ്ടുവരും. ഞാൻ പറയട്ടെ, ഈ ചിന്തകളും ഓക്കെ, ഈ ചിന്തകളും ചർച്ചകളും ഒക്കെ ഇപ്പൊ തുടങ്ങിയതല്ലേ? ഇനി വിശേഷിക്കാം. ഞാൻ പറയട്ടെ, ഈ ഇത്തരത്തിലുള്ള ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചിന്തകൾ പലപ്പോഴും അടുത്ത കാലത്തൊക്കെയാണ് സമൂഹത്തിൽ കടന്നു വന്നിട്ടുള്ളത്. മുൻകാല പണ്ഡിതന്മാർക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. മുൻകാല പണ്ഡിതന്മാർക്ക് ഈ ഭൗതിക സഹായത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. പക്ഷെ ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, അത് പിന്നെ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഈ സഹായത്തേടൽ ആര് പെടും? അതില് മലക്കുകൾ പെടും, ജിന്നുകൾ പെടും. അല്ല, അതന്നെ പറയുള്ളൂ. ഞാൻ പറയട്ടെ, ഇവിടെ ഇവർക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു മിനിറ്റ് ഓക്കെ, സക്കരിയാക്ക് ജിന്നോട് തേടാമെന്ന വാദമുണ്ട് എന്ന് ഒരാളും ഇവിടെ പറഞ്ഞില്ല. അത് കളവാണ്. സക്കരിയാക്ക് ജിന്നോട് സഹായം തേടാമെന്ന വാദമുണ്ട് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. സക്കരിയാക്ക് വാദമില്ല. എന്നാ ഉള്ള വാദം എന്താ? തേടിയാൽ അത് ഹറാമേ ആഘോഷിക്കാവില്ല എന്ന വാദം. അവിടെയാണ് പ്രശ്നം. ആ പ്രശ്നം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർന്നു. ആ പ്രശ്നം ശരിക്കും മനസ്സിലാക്കാത്ത പ്രശ്നം. പിന്നെ നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു. എന്ത് സഹായവും നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു. തീർച്ചയായിട്ടും ജിന്നോട് സഹായം തേടാൻ അതുകൊണ്ട് തന്നെ ശിർക്കാവും. ഇതാണ് പ്രമാണം. ഞാൻ പറയട്ടെ, ഈ ഹയ്യം ഞാൻ പറയട്ടെ, അത് പറഞ്ഞുതരാം. ഈ ഹയ്യം ഖാദിറും ഹാദിറും എന്ന പ്രയോഗം വന്നത് ഇബ്നു ബാസിന്റെ ഒരു ഫത്വയിലാണ്. ഇബ്നു ബാസിന്റെ ഒരു ഫത്വയിലാണ് എന്തുള്ളത്? അൽ ഇസ്തിആതു പിന്നെ ബിൽ ഇൻസിൽ ഹയ്യിൽ ഖാദിർ ഹാദിർ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഹയ്യും ഖാദിറും ഹാദിറുമായ മനുഷ്യനുള്ള സഹായത്തേട്ടം അത് ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞു. ഹൈ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവൻ, ഹാദിർ എന്ന് പറഞ്ഞാൽ ഹാജറുള്ളവൻ, ഖാദിർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന സഹായം നമുക്ക് തരാൻ കഴിയുള്ളവൻ. അതെ, ആ മനുഷ്യനോടുള്ള സഹായത്തേട്ടം. അതെ, അങ്ങനെയുള്ള മനുഷ്യനുള്ള സഹായത്തേട്ടം എന്നവിടെ വിശേഷിച്ചുള്ളത്. അതിനെന്ത് ചെയ്തു? അതേ വാക്കുകൾ തന്നെ ഇവരെ വാദം സ്ഥാപിക്കാൻ വേണ്ടി ഇതിലേക്ക് ഇങ്ങോട്ട് കൂട്ടിമാറ്റി. എന്നിട്ട് ഇവരെ വാദം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പുതിയ ഫത്വകൾ ഉണ്ടാക്കി. അതാണ് പ്രശ്നം. സ്വാഭാവികമായിട്ട് നമ്മുടെ പണ്ഡിതന്മാർ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഏത് പണ്ഡിതനാണ് മരിച്ചു പോയ മഹാത്മാക്കളോട് വിളിച്ചു കാണിക്കാൻ തെളിവാണെന്ന് നിങ്ങൾ കാണിച്ചിരുന്നു. മനസ്സിലായോ? അല്ല, നമ്മുടെ വായന നമ്മുടെ കീശയുടെ തെളിവുകൾ
നേരെ മറിച്ച് ഹയ്യും ഹാദും ഖാദിറും ആയ ഏത് ജിന്നാട്ടെ എന്നോടാകട്ടെ ഭൗതികമായി പ്രാർത്ഥന ഇല്ലാത്തതിനെ കൂടി നിങ്ങൾ പറഞ്ഞു. പ്രാർത്ഥന ഇല്ലാത്ത ഒരു ചോദ്യം ജിന്നിനോട് അല്ലെങ്കിൽ ആരോട് ചോദിച്ചാൽ ശിർക്കാണെന്ന് ഇയാൾക്ക് നമുക്ക് ഇയാൾക്ക് സ്ത്രീ എന്ന ആദ്യ വിഷയം ഏത് പണ്ഡിതനാണ് പറഞ്ഞത്? ഞാൻ പറയട്ടെ, ഒരു പണ്ഡിതനും പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. പക്ഷെ വേറൊന്ന് നിക്ക് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട്. ഞാൻ വിശദീകരിക്കട്ടെ. ഞാൻ പറയട്ടെ, ഈ ഇയാക്രസ്തയിൽ വെച്ചിട്ട് ജിന്നിനോട് അങ്ങനെ തേടിയാൽ ഹറാമാകുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാ. പിന്നെ ഞാൻ പറയട്ടെ, പിന്നെ ഇതുകൂടി കേൾക്കണം. എന്തുകൊണ്ട്? കാരണം ഞാൻ എന്തുകൊണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്തരം ഒരു ചിന്താഗതി പണ്ട് വന്നിട്ടില്ല. അങ്ങനെ മറുപടി വേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ വന്ന് എന്താണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സക്കരിയയുടെ വാദം ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. ഏത് മുടുങ്ങാൻ നിങ്ങൾ പറയില്ലേ? അത് നിങ്ങൾക്ക് പറയാം. നിങ്ങളെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ കുടുങ്ങിയത് പറഞ്ഞു. അത് ഇവിടെ പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? ഇവിടെ പിന്നെ ഇപ്പം പറഞ്ഞു ഞാനിവിടെ വന്ന് സക്കരിയാന്റെ വാദം എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് ഈ ജമിയത്തുൽ ഉലമന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. നേരെ മറിച്ച് ഞാൻ പറയട്ടെ, ആരും കാന്തപത്ത് എങ്ങനെ കുറ്റം പറയുമെന്ന് ഇസ്രായേൽ പണ്ഡിതൻ വിശ്വസിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറയട്ടെ, എന്നതിനെ കുറിച്ച് എന്നുള്ളത് ആ ചോദ്യം എന്താ? എങ്ങനെയുള്ള ചോദ്യമാ? സഹായതമാണോ? അതിൽ പറയുന്ന കാര്യം എന്താണ്? സഹായത്തെ കുറിച്ചാണോ? ആ ആയത്ത് ഒരു വിശദീകരണമില്ലാതെ തന്നെ നേർക്കുനേരത്തം പറയാൻ മനസ്സിലാവുന്നതാണല്ലോ. ആ ആയത്ത് ഒരു വിശദീകരണവുമില്ലാതെ നേർക്കുനേർ ആ വിശദീകരണം ചോദിച്ചതിന് വേണ്ടിയാണ്. അത് അവരുടെ തെളിവിന് വേണ്ടി ഇപ്പൊ ഇവിടെ പറഞ്ഞമായി തെളിവ് ഉദ്ദേശിച്ചപ്പോ അല്ല. ഞാൻ പറയുന്നു, ഞാനിവിടെ പല ആയത്തുകളുണ്ടെങ്കിലും ഞാൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ പിടിക്കണം. പല ആയത്തിൽ. കാരണം ഞാൻ അതിന്റെ ഊന്നിയാണ് സംസാരിക്കുന്നത്. കാരണം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന വിഷയം ഞാൻ ഊന്നുകയാണ്. അപ്പൊ അള്ളാഹുവോട് സഹായം തേടുന്ന ഇസ്തിആനത്ത്, ആ ഇസ്തിആനത്ത് ഒരിക്കലും ജിന്നോട് പറ്റില്ല. ആ ജിന്നോടുള്ള സഹായം അത് ഏത് സഹായമാണെങ്കിലും ഭൗതികമാണെങ്കിലും അഭൗതികമാണെങ്കിലും അത് ശിർക്ക് തന്നെ എന്നാണ് അതിൽ അല്ലെങ്കിൽ പറഞ്ഞത്. ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരും. അല്ല, ഞാനും വന്ന അങ്ങനെ തന്നെ സുഹൃത്തെ, ഞാനും വന്ന അങ്ങനെ തന്നെ. കാരണം ഇന്നലെ നമ്മൾ പലിശെടുക്കുന്നത്. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ, പിന്നെ എനിക്കിവിടെ കിട്ടേണ്ടത് ഇവിടെ അത് നമുക്ക് മനസ്സിലാവും, എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. നമ്മൾ സലഫി മനഹജ് എന്ന് പറഞ്ഞ വാദം നമ്മുടെ കയ്യിൽ എന്തിനാ? അത് മടവൂരുകളെ അടിച്ചു കൊല്ലാനും പിന്നെ അവനാന് തോന്നിയ ചെയ്യാനുള്ളതല്ല. അതൊരു മൂർഖമ്പാമ്പ് തന്നെയാ. സലഫി മനഹജ് പറഞ്ഞ ഒരായത്ത് സ്വഹാബത്ത് കേൾക്കുമ്പോൾ അവർ എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ് സലഫി മനഹജ്. ഈ ചോദ്യം നിങ്ങൾ എഴുതി വെച്ചോളിയും. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഏത് തഫ്സീറിലാണ് അല്ലെങ്കിൽ ഏത് സ്വഹാബിന്റെ തഫ്സീറാണ് ഹയ്യും ഹാദിറും ഖാദിറുമായി ആരോട് എന്ത് ചോദിച്ചാലും അതൊക്കെ ശിർക്കാണ് എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അതാ പ്രാർത്ഥന. ശരി, ആ ജിന്ന് എന്നല്ല, അള്ളാന്റെ മഖ്ലൂക്ക് ആയിക്കോട്ടെ. നിങ്ങളെ വിഷയപ്പതായോണ്ട് ആയിക്കോട്ടെ. ജിന്ന് പടേ ഹയ്യും പ്രാർത്ഥന ഉദ്ദേശിച്ചിട്ടില്ല, ഭൗതികമാണ്. അതേപോലെ എന്താണ്? ജീവനുള്ളതാണ്, ഹാദിറാണ്, ഖാദിറാണ്, പിന്നെ പരിധിയിലുള്ളതാണ്, മുസ്ലിമാണ്. ഇവിടെ മുസ്ലിം എന്നൊരു വിഷയം അല്ല കേട്ടോ, അതൊക്കെ വേറെ കാര്യം. പക്ഷെ മുമ്പേ പറഞ്ഞ അടിസ്ഥാനത്തിൽ പറയാണ്. എങ്കിലും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈന്റെ പരിധിയിൽ ഇതെല്ലാം വരും എന്ന് ഏത് തഫ്സീറിൽ വിശദീകരിച്ചു എന്ന് ഞങ്ങൾക്ക്. കാരണം അത് ആരും പറഞ്ഞേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് മടവൂരികളും പറയാൻ നമ്മൾ വേണ്ട ആവശ്യമല്ല. സലഫി മനഹജിനെ എതിർക്കുന്ന. രണ്ടാമത്തേത് നിങ്ങളിവിടെ പറഞ്ഞു
പിന്നെ എന്താണ് നേരിട്ട് കാണുന്നത് കാണാത്തത്, കണ്ണിൽ കാണാത്തത് കണ്ണിൽ കാണാപ്പെടാത്തത്. കണ്ണിൽ കാണുക എന്നുള്ളതല്ല വിഷയം. കണ്ണിൽ കാണതും ദൃശ്യവും അദൃശ്യം, നിങ്ങൾ ഞാൻ പറഞ്ഞ വിഷയം കേട്ടോളി. എന്താണ് ദൃശ്യം അദൃശ്യം എന്ന് പറഞ്ഞാൽ അത് എന്റെ കണ്ണുകൊണ്ട് കാണുന്നത് കണ്ണുകൊണ്ട് കാണാത്തതെന്നല്ല. അവിടെ ദൃശ്യം അദൃശ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അകത്തുള്ളത് എന്ന. അതാര് പറഞ്ഞു? നിങ്ങൾ നേരത്തെ ഉമർ മൗലിൻ്റെത് വായിച്ചു, എന്റെ പകുതി വായിച്ച് നിർത്തിയത് ജിന്നും മലക്കും സഹായത്തിൽ എത്തുന്നത് വായിക്കാഞ്ഞത്. അത് പകുതി വായിച്ച് എന്താ നിർത്തിയത്? ഈ ഹദീസ് ലഈഫാണ് പറഞ്ഞേക്ക്. അതിന് ഉമർ മൗലി എന്താ പറഞ്ഞത്? ആ ഹദീസിൽ പ്രാർത്ഥന അല്ല എന്നാ ഉദ്ദേശിക്കണത്. അതിൽ പ്രാർത്ഥന അല്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ശിർക്കിന്റെ പരിധിയിൽ വരൂല. അപ്പൊ ശരി, മതി. ഏതായാലും ഈ അത് ജിന്നിനോടുള്ള സഹായത്താട്ട വിഷയം വെള്ളത്തിൽ ചാടുമ്പോ ശിർക്ക് തന്നെയാണ്. സക്കറിയ സലായിക്ക് മാത്രം ഞങ്ങൾ പുഴ ചാടുമ്പോ വിളിക്കണമെന്ന് ഇല്ല. സക്കറിയ സലായിക്ക് ജിന്നോട് പുഴ ചാടും. എന്റെ കയ്യട്ടെ, നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് വരാം. എന്താണ് ദൃശ്യം, എന്താണ് അദൃശ്യം? കണ്ണുകൊണ്ട് കാണുന്നത് കാണാത്ത എന്നല്ല പറഞ്ഞു വെക്കുക. നിങ്ങളെന്തൊക്കെ ശ്രമമില്ലാത്ത ഞാൻ മിണ്ടാണ്ട് അവിടെ ഇരുന്നില്ല. നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ മിണ്ടാണ്ടിരുന്നു. നിങ്ങൾ നേരത്തെ വായിച്ച സൽസബിയിലെ ലേഖനം എഴുതി ഉമർ മൗലവി, അതേ ഉമർ മൗലിയാണ് പറഞ്ഞു കേട്ടോളിയും. കാര്യകാരണ ബന്ധങ്ങളുടെ ക്രമത്തിന് പുറമെയുള്ള മാർഗത്തിൽ, അതായത് അദൃശ്യമായ മാർഗത്തിൽ ഗുണം നൽകുവാനോ ദോഷം വരുത്തുവാനോ കഴിവുള്ള കാരണത്താൽ പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവനാണ് ആരാധ്യൻ. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരാളിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുക, അപ്പോഴേ പ്രാർത്ഥനയാകൂ. അത് എന്റെ കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് അനസ് മുസ്ലിയാരെ പണ്ട് വിശദീകരിച്ചത് കക്കൂസിലുള്ള പെണ്ണുങ്ങൾ അടുക്കളയുള്ള പുജാപ്രാന്നകാർ വിശദീകരിച്ചത്. ഇപ്പോഴല്ലേ തൗബ ചെയ്തത്? ഈ തൗഹീദിന്റെ വിഷയത്തിൽ മൂപ്പര് അവർത്തുനിന്ന് തൗബ ചെയ്യേണ്ട വിഷയമല്ലല്ലോ ഇത് സമൂഹത്തോട്. നിങ്ങൾ എന്തിനാ പിന്നെ ഫൈസൽ മുസ്ലിയാറിന്റെ ഇസ്ലാമത്ത് എടുത്തിട്ടത്? ഇസ്തിംതാണ് ഇതൊരു വാദമാണ്. ഞാൻ പറയട്ടെ. പിന്നെ അതൊന്ന്. അപ്പൊ ദൃശ്യം അദൃശ്യം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നത് കാണാത്ത എന്നുള്ളതല്ല. നേരെ മറിച്ച് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായി. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ അങ്ങനെ പോവുകയാണ്, ഒരു പാമ്പ് അവിടെ ഉണ്ട്, ഞാൻ കാണുന്നില്ല ആ പാമ്പിനെ. കാരണം സാധാരണ വഴിയിലെ പാമ്പുണ്ട്. എനിക്ക് ആ പാമ്പിനെ കുറിച്ച് എന്റെ മനസ്സിൽ പേടി തോന്നിയാൽ ആ പേടി അഭൗതികമായ പേടിയല്ല, ആ പേടി ഇബാദത്ത് വരൂല. അതേ സ്ഥാനത്ത് അപ്പുറത്തൊരു കാവുണ്ട്, അവിടെ നാഗരാജൻ പൂജിക്കുന്ന ആളുകളുണ്ട്, പാമ്പ് പ്രത്യക്ഷത്തിലില്ല. എങ്കിലും ആ പാമ്പിനെ കുറിച്ച് എന്റെ മനസ്സിൽ പേടി വന്നാൽ ആ പേടി എന്താണ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ഞാൻ ആ പാമ്പിനെ കാണുന്നോ ഇല്ലേ എന്നുള്ളതല്ല. ഇതാണ് ദൃശ്യം അദൃശ്യം എന്ന് പറഞ്ഞാൽ. പക്ഷെ പൊതുജനങ്ങൾക്ക് ഇത് അറിയില്ല. അപ്പൊ കാണുന്നത് കാണാത്തത്, നേരിൽ കാണാത്തവർ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആ ദൃശ്യം അദൃശ്യം എന്ന പദം ഉപയോഗിച്ചത്. പണ്ഡിതന്മാർ ദൃശ്യം അദൃശ്യം എന്നുള്ള പദം തൗഹീദിന്റെ വിഷയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം. വിശക്കുന്നേ ഭക്ഷണം തരണേ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരും. എന്റെ റബ്ബിനോട് ഞാനത് പറഞ്ഞാൽ എന്റെ റബ്ബ് ഭക്ഷണം കൊണ്ടുവന്ന് തരേണ്ട ആവശ്യമില്ല. ഏതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായി നോമ്പെടുക്കുന്നു. റസൂൽ പറഞ്ഞു നിങ്ങൾ അത് എടുക്കരുത്, കാരണം യുത്ഇമുനില്ലാഹു വയുസ്ഖീൻ, എന്റെ റബ്ബി എന്നെ ഭക്ഷിപ്പിക്കുന്നു. ആ ഭക്ഷിപ്പിക്കൽ എങ്ങനെയാ? മുമ്പിൽ ചോറ് കൊണ്ടുവന്ന് കൊടുക്കലല്ല, അത് അഭൗതികമായ ഭക്ഷിപ്പിക്കലാണ്. ആ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതി, അതാണ് ദൃശ്യം അദൃശ്യം എന്ന് തൗഹീദിന്റെ വിഷയത്തിൽ ഭൗതികം അഭൗതികവും. അതല്ലാണ്ട് ഇതൊന്നും അറിയാത്ത ആളുകൾ മുമ്പിൽ കാണുന്നത് ജിന്ന് കാണൂലല്ലോ, മനുഷ്യൻ കാണുകയാണല്ലോ, അതുകൊണ്ട് അത് തൗഹീദാകും, ഇത് ശിർക്കാവും. ആ അർത്ഥത്തിലല്ല നിങ്ങൾ തൗഹീദും ശിർക്കും ശരിക്കേണ്ടത്. ഭൗതികം അഭൗതികം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ നിലക്കുള്ള ദൃശ്യവും അദൃശ്യമാണ് അവിടെ വരുന്നത്. പിന്നെ ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ ചർച്ച മൂപ്പര് നടത്തി. ഫൈസൽ മുസ്ലിയാർ എഴുതി കൊടുത്തു പറഞ്ഞു. ഫൈസൽ മുസ്ലിയാർ എഴുതി കൊടുത്തത് എന്താ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന് അഭൗതികമാണ്. ആർക്കാ തർക്കമുള്ളത്? അഭൗതികം എന്ന് പറയുന്നത് എന്നുള്ള ഹദീസ് ശിർക്കാണെന്ന് സ്ഥാപിക്കണം. ഉമർ മൗലവി പറഞ്ഞതിന് വിരുദ്ധമായി കൊണ്ട് അബ്ദുറഹ്മാൻ സലഫി സ്വയം പറഞ്ഞതിന് വിരുദ്ധമായി കൊണ്ട് ഇത്രയും 2012 വരെ തൗഹീദിലും ആദർശത്തിലും പ്രമാണത്തിലും ഉറച്ചു നിന്ന് സംഘടനയ്ക്ക് വേണ്ടിയല്ലാതെ ആദർശത്തിനു വേണ്ടി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 2012 വരെ പറഞ്ഞതനുസരിച്ചുകൊണ്ട് എന്തായിരുന്നു? അഭൗതികമായ മാർഗത്തിലുള്ള സഹായ തേട്ടമേ ശിർക്കാവെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ആ ഒരു ഇതിൽ നിന്ന് മാറി ജിന്നിനോടുള്ള എന്തും ശിർക്കാണെന്ന് വരുത്തി തീർക്കാൻ ജിന്നും എന്താക്കി തീർക്കണം? അഭൗതികമാക്കി തീർക്കണം. അപ്പൊ ജിന്നിന്റെ കഴിവും അഭൗതികമാണെന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ സലഫി.
ജിന്നിന്റെ കഴിവ് അബൗദികമാണെന്ന് പറഞ്ഞു, ഷിർക്കാണത്. കാരണം അബൗദികമായ കഴിവ് അള്ളാഹു അല്ലാത്ത ഒരാൾ കൊണ്ടെന്ന് വിശ്വസിച്ചാൽ വിശ്വാസം എന്താണ്? ഷിർക്കാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ പറഞ്ഞു വന്ന ആ അബൗദികവും നമ്മൾ ഇവിടെ വിശദീകരിക്കുന്ന അബൗദികം രണ്ടും രണ്ടാം. എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് അബൗദികമാണ്. പക്ഷെ ജിന്നിന്റെ കാഴ്ച അബൗദികമല്ല, ഭൗതികമാണ്. ജിന്നിന്റെ കേൾവി അബൗദികമല്ല, ഭൗതികമാണ്. ഇനി ബഹുമാനായ അബ്ദുൽ ഖാദർ കരുവമ്പോയിൽ സാഹിബ് ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സൊഫാ മർവക്കടയിൽ ഓടുന്ന ഹാജറ ബീവി മലക്ക് സഹായം ചോദിച്ച വിഷയം, അതേപോലെ യായിബാദിലൊക്കെ എടുത്തിട്ടുകൊണ്ട് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് വിഷയം പറയുകയും അത് വിശദീകരിച്ചതിന് ശേഷം മുജാഹിദുകളെ തൗഹീദ് തകർന്നു എന്ന് വിശദീകരിക്കും ചെയ്യുന്നിടത്ത് എന്താണ് തൗഹീദ് എന്ന് പഠിപ്പിക്കുമ്പോൾ അബ്ദുൽ ഖാദർ കരുവമ്പോയിൽ എഴുതിയ അബൗദികം ഭൗതിക അബൗദികം കേട്ടോളിയും. ഇത് 2007 എഴുതിയതാണ്. 2012 ആദർശത്തിൽ നിന്നിരുന്ന കാലത്ത് അബൂബക്കർ കരുവമ്പോയിൽ എഴുതിയ ലേഖനം കേട്ടോളി. മനുഷ്യർക്ക് അദൃശ്യമായത് മലക്കുകൾക്കും ജിന്നുകൾക്കും ദൃശ്യമാകുന്നത് മനുഷ്യ കഴിവിൽ പെടാത്ത മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവിൽപ്പെടുന്നതും മുജാഹിദുകൾ ഒരു കാലത്തും ഇബാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് അതാണ്. മനുഷ്യന് കാണാൻ കഴിയാത്തത് അവർക്ക് കഴിവുള്ളത് അവരുടെ സ്വതസിദ്ധമായ കഴിവാണ്, അള്ളാഹു അവരിൽ വെച്ച പ്രകൃതിയാണത്. അത് ഏതിൽ പെടുത്തേണ്ട ആവശ്യമില്ല, തൗഹീദിന്റെ ചർച്ചയിൽ അത് കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല. ഇനി കേട്ടോളൂ, അതുണ്ടായിരുന്നെങ്കിൽ മുസ്ലിയാരുടെ ആരോപണം ശരിയാണെന്ന് അംഗീകരിക്കാമായിരുന്നു. മലക്കുകളുടെയും ജിന്നുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളുടെയും കഴിവിനപ്പുറമുള്ള കഴിവുകളും അറിവുകളുമാണ് മുജാഹിദുകൾ ഇബാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയത്. അതിനാൽ കാര്യകാര ബന്ധങ്ങൾക്ക് അതീതം അബൗദികം എന്നൊക്കെ പറയുന്നത്. അദൃശ്യമാർഗത്തിലൂടെയുള്ള ഗുണദോഷങ്ങൾ പ്രതീക്ഷിക്കുക എന്ന ഇബാദത്തിന്റെ നിർവചനമായി എഴുതിയതിനോടൊപ്പം മനുഷ്യരിൽ നിന്ന് അതീതമായി മലക്കുകളുടെയും ജിന്നുകളുടെയും അറിവിനെയും കഴിവിനെയും അംഗീകരിച്ചതും ചേർത്ത് വായിക്കുന്ന മന്ദബുദ്ധിയല്ലാത്ത ഏതൊരാൾക്ക് മുജാഹിദുകൾ പറയുന്ന ഒരു വസ്തുത ബോധ്യമാകും. മന്ദബുദ്ധി ബാധിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് എന്താ തൗഹീദിലെ ഭൗതികം, എന്താ തൗഹീദിലെ അഭൗതികം, എന്താ തൗഹീദിലെ ദൃശ്യം അദൃശ്യം ശരിക്കും മനസ്സിലാകും. തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ എന്തിനാവശ്യമുള്ളൂ, ദൃശ്യം അദൃശ്യം എന്നുള്ള വാക്കുകൾ കടന്നു ഉരുളേണ്ട ആവശ്യം ഉള്ളൂ. ചുരുക്കി പറഞ്ഞ ഇനി ഇതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയാണ്, ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ വ്യവസ്ഥക്ക് അതീതമായ കഴിവുകൾ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും, നിങ്ങൾ കണ്ണ് കാണാതിരിക്കാന്ന് പറഞ്ഞല്ലോ, അതാണ് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്, ഭൗതികമാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും മകതിരിവും ഉള്ളവർ പറയുകയില്ല. എന്റെ കാട്ടിക്കും പ്രായങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ ഓർന്ന് പറയുന്നില്ല. ബുദ്ധിയും മകതിരിവും ഉള്ളവർ ജിന്നിന്റെ കഴിവുകളെ കുറിച്ചോ മറ്റോ ഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമെന്നോ പറയൂല. എന്നാൽ ജിന്ന് നമ്മൾ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മൾ കാണുന്നില്ല, അതുകൊണ്ടാണ് നിലക്കൊരു അഭൗതികം. എപിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ചില കാര്യങ്ങൾക്ക് അറിയാം, ചില കാര്യങ്ങൾക്ക് അവർക്ക് അറിയാതിരിക്കാം. ഇത് വായിച്ചിട്ടാണോ വായിക്കാതെയാണോ, പക്ഷെ പല വിഷയങ്ങളിലും ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫി എന്തെങ്കിലും പറഞ്ഞാൽ അതിനങ്ങോട്ട് മൂളിക്കൊടുക്കുക എന്നുള്ള സമീപനത്തിലേക്ക് ബഹുമാനനായ എപി എത്തിയിട്ടുണ്ട്. ബഹുമാനനായ എപി അബ്ദുൽ ഖാദർ മൗലവി ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സമ്മേളനം കഴിഞ്ഞു, ജാക്കിർ നായിക്ക് പറഞ്ഞു എന്ത്, റുഖിയ സറയ്യക്ക് പ്രത്യേകമായ ആളുകൾ വേണം. ഈ ചോദ്യം എപിയോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് നമുക്കുള്ളതല്ല, അതൊക്കെ മൂപ്പര് പറഞ്ഞാണെന്ന് പറഞ്ഞു. മൂപ്പര് നമ്മൾ കൊണ്ടുവന്നതന്നെയല്ലേ, ഒരു ആയത്തോ ഈ ചോദ്യമല്ലേ പറഞ്ഞത്, അതൊക്കെ വടക്കേ ഇന്ത്യക്കാർക്കുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കുള്ളതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സന്ദർഭങ്ങൾക്കനുസരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന അവസ്ഥയിലേക്കാണ് ബഹുമാനനായ ടിപിയും ബഹുമാനനായ എപിയും എത്തിയിട്ടുള്ളത്. ടിപിന്റെ കാര്യം ചോദിക്കുന്ന വേണ്ട, നമ്മൾ അദ്ദേഹത്തിന് വിഷയത്തിൽ ഇടപെടുന്നില്ല. കാരണം കളവ് മാത്രമേ പറയുന്നുള്ളൂ, കളവ് മാത്രം. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവർ ഉണ്ട് ഈ പ്രസ്ഥാനത്തിൽ. അങ്ങനെ ആരും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. സത്യധാരയിൽ ഇന്റർവ്യൂ കൊടുത്തു. എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ വേഗം പോയി സത്യധാരയിൽ ടിപിയുടെ ഫോട്ടോ അടക്കം സത്യധാരയിൽ വന്ന ഒരു അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ കാണാൻ സാധിക്കും. ആ വാക്കൊന്ന് കേട്ടോളി. നിങ്ങൾ പറഞ്ഞ ആരും പറഞ്ഞില്ല എന്ന് നേതാവ് പറഞ്ഞ കേട്ടോളി. കുലും ആസ്വാദിക്കുന്നുള്ള പണ്ട് സത്യം പറഞ്ഞവരൊപ്പം നിൽക്കാൻ അതുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നും കേട്ടില്ലേ, അത് ശിർക്കാകുകയില്ലെന്നും അത് ഹറാമോ വസീലത്തോ ശിർക്കോ മാത്രമേ ആണു എന്നും പറഞ്ഞ് വിഷയത്തിൽ ലഘൂകരിക്കുന്ന ആളുകൾ പ്രസ്ഥാനത്തിലുണ്ട്. ആരങ്ങനെയുള്ളത് ഉണ്ടോ? ഇനി അത് കെ സി അബ്ദുൽ മൗലവി സമ്മേളനത്തിൽ വിതരണം ചെയ്ത ബുക്കാണിത്. ജമിഅത്തുൽ ഉലമയുടെ അംഗീകാരത്തോടു കൂടി സമ്മേളനം ഇരുളിന്റെ ഇന്നലകളും ഇസ്ലാഹി പ്രസ്ഥാനങ്ങളും ഇതിലും ആ കളവ് ആവർത്തിച്ചെന്ന് കേട്ടോളി. ഈ കളവിനെക്കാട്ടും വലിയ കളവ് എന്താണെന്നറിയോ കേട്ടോ? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന വചനം ദുർബലമാണ്, നമ്മളൊക്കെ അംഗീകരിക്കുന്നതാണ്.
അതുകൊണ്ട് അമൽ ചെയ്യാൻ പറ്റുകയില്ല എന്ന് അംഗീകരിച്ചവർ തന്നെയാണ് ഇതുകൊണ്ട് അമൽ ചെയ്യുന്നത്. ഒന്ന് കാണിച്ചെന്താണ് അമൽ ചെയ്യുന്നത്? ഈ ജാതി നുണ പറയുന്ന ആളുകൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനാണോ നിങ്ങൾ നടക്കുന്നത്? ഞങ്ങൾ സക്കരിയ സ്വലാഹിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാന്ന് പറഞ്ഞു. ആര് വിളിച്ചു? സക്കരിയ സ്വലാഹി ജിന്നോട് പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ വാക്കുകളെ പോയി പണി നോക്കാൻ പറയും. എന്തെങ്കിലും വൃത്തികേട് അബ്ദുറഹ്മാൻ സലഫി കാട്ടിക്കൊടുക്കുമ്പോൾ അതിനൊക്കെ പിന്നാലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നടക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ. ജിന്നിന്റെ കാഴ്ച അഭൗതികമാണ്. ശിർക്കല്ലേ അത്? ഇത്ര വ്യക്തമായ ശിർക്ക് പറഞ്ഞിട്ടും ഈ അബ്ദുറഹ്മാൻ സലഫിക്ക് വേണ്ടി പിന്നെ എന്തിന് മുദ്രാവാക്യം വിളിക്കുന്നു? സക്കരിയ സ്വലാഹി ഇങ്ങനെ വാദം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാദമല്ല, മുൻഗാമികളെ പണ്ഡിതന്മാർ പറഞ്ഞു പ്രാർത്ഥന എപ്പോൾ ആകും അത് വിശദീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പണ്ഡിതന്മാർ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പോലെയുള്ള, ഇബ്നു ബാസിനെ പോലെയുള്ള, ഇബ്നു ഉസൈമിനെ പോലെയുള്ള ഈ പണ്ഡിതന്മാർ പറഞ്ഞ സലഫി ലോകത്തുള്ള പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു അത് ജനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതിനെതിരായിട്ട് സക്കരിയ സ്വലാഹി ഇന്ന് പറയാണ് ജിന്നിനോട് പ്രാർത്ഥിക്കാൻ ഒരു വിരോധമില്ലെന്നാണ്. പോയി പണി നോക്കാൻ പറയും സക്കരിയ സ്വലാഹിനോട്. സക്കരിയ സ്വലാഹി ഇവിടെ വലുതല്ല. പക്ഷേ അബ്ദുറഹ്മാൻ സലഫി ഇത്രയും കാലം 2012 വരെ ഈ ആശയം തുറന്നു പ്രഖ്യാപിച്ചിട്ടും എത്രത്തോളം സക്കരിയ സ്വലാഹിക്ക് അങ്ങനെ വാദമില്ല എന്ന് സക്കരിയ സ്വലാഹി ഇസ്ലാഹിലൂടെ വിശദീകരിക്കുന്നുണ്ട് എന്ന് പോലും സക്കരിയ സ്വലാഹിക്ക് വേണ്ടി അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ എന്താ മാറിയത്? അതാ 2011 ഗ്രൂപ്പ് യോഗം ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ പറ്റിയില്ല. ഇവിടെ ഗ്രൂപ്പ് യോഗം ചർച്ച ചെയ്യേണ്ടതാണ് പറഞ്ഞത്. ചർച്ച ചെയ്യേണ്ടി വരും. കാരണം ഗ്രൂപ്പ് യോഗം കൂടിയതുപോലെ കുടിയിലെ കാര്യം സംസാരിക്കാനല്ല, ഈ പ്രസ്ഥാനത്തിന് നടുക പിളർത്താനും എന്നിട്ട് ആദർശപരമായി മുന്നോട്ട് നീങ്ങുന്ന താടിതൊക്കെ വളർത്തി സുന്നത്തിനോട് താല്പര്യമുള്ള ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് തങ്ങളുടെ ബിസിനസ്സും പാർട്ട്ണർഷിപ്പും ഷെയറൊക്കെ മുന്നോട്ട് പോകാൻ ഇത്തരം ആളുകളെ ഒതുക്കി നിർത്തിയാലേ കഴിയുമെന്ന് മനസ്സിലാക്കിയ TPA പോലുള്ള കച്ചവടക്കാരും രാഷ്ട്രീയക്കാരുമാണ് ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചും പുലർത്തിയതും. ഇന്ന് സുന്നത്തിനെതിരാ നിങ്ങൾ പറഞ്ഞ ഖുർആനും സുന്നത്തിനും എതിരാ ജമത്തുൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന്. ജിന്നുബാധ വികല വിശ്വാസമാണ് എഴുതി വെച്ചില്ലേ? ഖുർആൻ പറഞ്ഞാൽ ജിന്നുബാധുള്ളതാണെന്ന്. അത് വികല വിശ്വാസമാണ്. പിന്നെ ലേഖനം വന്നു. എന്താ നിങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നത്? എന്തിനാ നമ്മൾ അതിനു വേണ്ടി പിന്താങ്ങാൻ നിൽക്കുന്നത്? അപ്പൊ ഈ വിഷയങ്ങളൊക്കെ ജിന്നുബാധയുടെ വിഷയമാകട്ടെ എന്തോ ആകട്ടെ ഹദീസിൽ വന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായി വളരെ വ്യക്തമായി പറഞ്ഞ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഹദീസിൽ വന്ന വ്യക്തമായ ആശയങ്ങളെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, സുന്നത്തെടുക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന, ആ ഹദീസ് പറയണ്ട എന്ന് പറയുന്ന ചില ഹദീസുകളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം, ഊരണം. എന്നാൽ ഹദീസ് അംഗീകരിക്കണമെന്ന് പെട്ടെന്ന് പറയാൻ പറ്റൂല. അതിലൊരു മാർഗ്ഗമാണ് ഓ ശിർക്കിലേക്ക് പോയി ജിന്നിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ പിടിക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഹദീസിനോടുള്ള അവഗണനയും ഹദീസിനോടുള്ള പരിഹാസവും ഹദീസ് നിഷേധത്തിന്റെ മേഖലയിൽ മടവൂരികൾ എന്ത് പറഞ്ഞിരുന്നു അതേ ആശയത്തിലേക്ക് ചേകനൂർസത്തിന്റെ വകുപ്പിലേക്ക് പോലും പോയിക്കൊണ്ടിരിക്കുന്ന മേഖല കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇല്ലായ്മ ചെയ്യണം. എങ്ങനെ ഇല്ലായ്മ ചെയ്യാം? അത് ജനങ്ങൾ അറിയരുത്. എന്നാൽ അത് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ ഓരോ ഒതുക്കും വേണം. അതിനെന്താ പണി? അവൻ ജിന്നിനെ വിളിക്കാൻ പറഞ്ഞു, ഇവിടെ യായിബാദ്ല എന്ന് പറഞ്ഞു. എന്നാൽ അത് പുതിയ കാര്യം അല്ല. അനസ് പറഞ്ഞതാ, അനീഫ് പറഞ്ഞതാ, ജബ്ബാർ മൗലവി പറഞ്ഞതാ, സക്കരിയ സ്വലാഹി പറഞ്ഞതാ, ഉമർ മൗലവി പറഞ്ഞതാ. ഇവരാരും പറയാത്ത 2013 പുതിയ വഹി വന്നിട്ടില്ല. നിങ്ങൾക്ക് എന്താ വേറെ വഹി കിട്ടിയോ? ഇയാക്ക് നഅ്ബുദു വഇയ്യാക നസ്തഈൻ മുമ്പുണ്ടായിരുന്നില്ലേ? ഈ ആയത്ത് ഓതിട്ട് എന്താ നിങ്ങൾ അന്ന് അനസ് മുസ്ലിയാർ പ്രസംഗിച്ചപ്പോൾ മറുപടി പറയാഞ്ഞത്? എന്താ അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാഞ്ഞത്? എന്താ അവരെ വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാഞ്ഞത്? അബ്ദുറഹ്മാൻ സലഫി ജബ്ബാർ മൗലവിയുടെ വീട്ടിലേക്ക് പോയി തിരുത്താൻ പറയാനല്ല പോയത്, അതിന് വിശദീകരണം പറയാനാ. കാരണം ഇത് വെച്ചുകൊണ്ട് ജനങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾക്ക് വാദമുണ്ട് എന്നുള്ള വാദം പുറത്ത് പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വിശദീകരണം എന്താണ് എന്നും വസ്തുത എന്താണെന്നും അന്വേഷിക്കാൻ വേണ്ടി പോയതാ. ശരി, ഇനി ശിർക്കാണ്, തിരുത്താൻ വേണ്ടി തന്നെയാണ് പോയത് എങ്കിലും പിന്നെ എന്തിനാ 4 കൊല്ലം പ്രസംഗിച്ച് നടന്നത്? പിന്നെ എന്തിനാ അതിന് ന്യായീകരിച്ചത്? ഇവിടെ ക്ലിപ്പുകളുണ്ട്, ഞങ്ങൾ ക്ലിപ്പ് കൊണ്ടുവന്നിട്ടില്ല, അത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുകയാണ്. ജബ്ബാർ മൗലിയെ സ്റ്റേജിലിരുത്തി പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ഉദ്ധരണിയിൽ ശിർക്കില്ല, ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല. ജബ്ബാർ മൗലിയെ ഇരുത്തിക്കൊണ്ട് ഞാനിതാ പറയുന്നു എന്ന് അനസ് മുസ്ലിയാർ പറഞ്ഞു. അന്ന് എവിടെയായിരുന്നു ഇത്തരം ആളുകളൊക്കെ? ഞാൻ സംഘടന ഭാഗത്ത് നിൽക്കുന്നില്ല, ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്നില്ല, എനിക്കിവിടെ തൗഹീദാണ് വലുത് എന്ന് പറയുന്ന ആളുകൾ 2012 വരെ എവിടെയായിരുന്നു? ഇപ്പൊ ഇതൊരു വിവാദമാക്കി. എന്തിനു വേണ്ടി? ഹദീസ് നിഷേധം പച്ചയായി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം, മടവൂരികളുമായി ലയിക്കാനുള്ള ശ്രമം 2013 അതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ലയിക്കണമെങ്കിൽ ഒരു മാർഗം എന്താ? കുറേശ്ശെ മടവൂരികൾ പറഞ്ഞ ആശയത്തിലേക്ക് പോവുക. സിഹ്റുബാദ് നിഷേധിക്കുക. റസൂൽ ജിന്നു ബാധിച്ചു എന്നുള്ള ഹദീസ്, സിഹ്റ് ബാധിച്ചു എന്നുള്ള ഹദീസിലെ അത് നിഷേധിക്കുക. ജിന്നു ബാധയെ കുറിച്ച് മൊത്തം നിഷേധം കൊണ്ടുവരിക. എന്നിട്ട് കുറച്ച് ഇങ്ങനെ പോവുക. അപ്പൊ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്താ മാർഗമുള്ളൂ? കുറച്ച് ആളുകളെ മാറ്റിവെക്കേണ്ടി വരും. അതിന് കൊണ്ടുവന്ന ഒരൊറ്റ ആയുധം മാത്രമാണ് ഈ ആയിബാദയും ജിന്നോടുള്ള പ്രാർത്ഥനയും. അല്ലാണ്ട് ഒരാൾക്കും ഇവിടെ എന്തോ വാദമല്ല, ജിന്നോട് പ്രാർത്ഥിക്കണമെന്നോ ജിന്നോട് സഹായം തേടാമെന്നോ വാദം ഇല്ല എന്നും കൂടി ആവർത്തിച്ച് പറയാം. അതായത്
വിശുദ്ധ ഖുർആനിൽ ഒരു വിഷയത്തെക്കുറിച്ച് ഇത് ശിർക്കാകുന്നു എന്ന നിർവചനം ഖുർആനിൽ കാണാൻ കഴിയില്ല. ഇത് വസീലത്ത് ശിർക്കാകുന്നു എന്ന നിർവചനം എവിടെ ഉണ്ടാവില്ല? ഖുർആൻ ഉണ്ടാവില്ല. ആ നിർവചനത്തിന് ഉതകുന്നതായ പൊതുവായ തത്വങ്ങൾ എവിടെ ഉണ്ടാകും? ആയത്തുകളുടെ ഖുർആനിൽ ഉണ്ടാകും. അത് ആ തത്വങ്ങളിലൂടെയാണ് പണ്ഡിതന്മാർ തിരഞ്ഞെടുക്കുന്നത്. എന്ത്? ഈ വിഷയം ഹറാമാണ്, ഈ വിഷയം ഹലാലാണ്, ഈ വിഷയം ശിർക്കാണ് എന്നിങ്ങനെയൊക്കെ. അല്ലാഹു തആല മരിച്ചുപോയ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകൾ അംവാത്തുൻ ഗൈറു അഹ്യാ, മരിച്ചവരാണ്, ജീവനുള്ളവരല്ല. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു? അവരാരാണ്? അംവാത്തുൻ ഗൈറു അഹ്യാ, മരിച്ചവരാണ്, ജീവനുള്ളവരല്ല. അപ്പൊ പണ്ഡിതന്മാർ എന്ത് മനസ്സിലാക്കി? മരിച്ചവരോട് പ്രാർത്ഥിച്ചാൽ ശിർക്ക്, ജീവനുള്ളവരോട് ചോദിച്ചാലോ അത് പ്രാർത്ഥനയാവൂല. കാരണം ജീവനുള്ളവരോട് ചോദിക്കുമ്പോൾ എന്താകുന്നില്ല? പ്രാർത്ഥനയാകുന്നില്ല. എന്തുകൊണ്ടാണ് വിളി ശിർക്കായതും പ്രാർത്ഥനയായതും? ചോദിച്ചത് ആരോടാണ്? മരിച്ചവനോടാണ്. അപ്പോൾ നമ്മൾ ആരോട് ചോദിക്കുന്നു? ആ ചോദിക്കുന്ന വ്യക്തി ആരായിരിക്കണം? ഹയ്യായിരിക്കണം. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അത് കേൾക്കാനും സന്മനസ്സും ഇല്ലാത്ത ആളുകളുടെ ഉദാഹരണം അല്ല പറഞ്ഞ എങ്ങനെയാണ്? ഒരുപാട് വിദൂരത്തുനിന്ന് വിളിക്കുന്നത് പോലെയാണ് ഇവരോട് കാര്യം പറഞ്ഞത്. ഒന്നും മനസ്സിലാക്കണില്ല. അപ്പൊ എന്താ അർത്ഥം? വിദൂരത്തുള്ളവരെ വിളിച്ചാൽ കേൾക്കൂല. അപ്പൊ അതിൽ പണ്ഡിതന്മാർ എന്തെടുത്തു? ഒരാൾ ഹാളിറാള് മുമ്പിലുള്ളവരാണെങ്കിൽ വിളിച്ചാൽ എന്ത് ചെയ്യും? കേൾക്കും. അപ്പൊ ആ വിളിയിൽ എന്ത് വരൂല? ചുരുക്ക് വരൂല. പിന്നെ അള്ളാഹു ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത് അവർ ലാ യഖ്ദൂന ബിശൈഇൻ, അവർക്ക് ഒന്നിനും കഴിവില്ലാത്തവരാണ്. ഒരു ഈച്ചയെ പോലും പടക്കാൻ കഴിവില്ലാത്തവരാണ്. ഈച്ച വല്ലതും തട്ടിയെടുത്താൽ അത് തിരിച്ചു പിടിക്കാൻ പോലും കഴിവില്ലാത്തവരാണ്. ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഈ ആയത്തുകളിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു എന്ത്? മയ്യിത്തിനോട് ചോദിച്ചാൽ അത് ശിർക്കാകും, ഗായിബിനോട് ചോദിച്ചാൽ അത് ശിർക്കാകും. അള്ളാഹുവിന്റെ കഴിവിൽ മാറ്റം പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അത് ശിർക്കാകും. അതിൽ നിന്നാണ് എന്ത് വന്നത്? ഹയ്യും ഹാദിറും ഖാദിറും വന്നത്. അത് ജിന്നിന് മാത്രം ബാധകമായ കാര്യമല്ല. അപ്പൊ അതിലേക്കാണ് കൂട്ടിച്ചേർത്തുന്നേ ഉള്ളൂ. ആ ജിന്നിന് മാത്രം ബാധകമായ വിഷയമല്ല. അള്ളാഹു അല്ലാത്ത ഏതൊരു സൃഷ്ടിയും ഹയ്യും ഹാദിറും ഖാദിറും അല്ല എങ്കിൽ അതിനുള്ള ചോദ്യം എന്തായി മാറും? ശിർക്കായി മാറും. ആ ജിന്നിന് മാത്രം ബാധകമല്ല. എന്നാൽ ഇനി ജിന്നി എന്ന നിലക്ക് ഹയ്യും ഹാദിറും ഖാദിറും ആണെങ്കിൽ ചോദിച്ചോളിന്ന ഇല്ല, ചോദിക്കാൻ പാടില്ല. കാരണം ആ ചോദ്യം എന്തിലേക്ക് എത്തിക്കും? വ്യക്തമായ ശിർക്കാകുന്നതുമുണ്ട്. അപ്പൊ ഇത് വിഷയം പൂർത്തിയായല്ലോ. കുറെ സംസാരിക്കല്ല, അതായത് മനസ്സിലാക്കേണ്ട ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. കോഴിച്ചൽ സംവാദത്തിന് വ്യവസ്ഥ എന്തായിരുന്നു? നമ്മൾ നേരത്തെ വായിച്ചാലോ? ഞാൻ കേട്ടു, നിങ്ങൾ വായിച്ചോളൂ, ഞാൻ വായിച്ചു കേൾക്കില്ല. സഹായം തേടൽ. കോഴിച്ചനയിൽ ഫൈസൽ മുസ്ലിയാരും അബ്ദുൽ നാസർ സുല്ലമിയും തമ്മിൽ ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല, വസീലത്ത് ശിർക്ക് മാത്രമേ ആവുകയുള്ളൂ എന്നും വസീലത്ത് ശിർക്കല്ല ശരിയായ ശിർക്ക് തന്നെയാണ് എന്നുമുള്ള വിഷയത്തിൽ നടന്ന സംവാദ CD എല്ലാ മുജാഹിദുകളും കാണണം. വിചിന്തനം എന്ന് പറഞ്ഞ 6 മാസമായിട്ട് അത് 2 കൊല്ലമായിട്ട് വിചിന്തനം എന്ന് പറഞ്ഞ കളവ് മാത്രം എഴുതാനും തെറ്റിദ്ധരിപ്പിക്കൽ മാത്രം നടത്താനും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും മാത്രമുള്ള ഒരു വീക്കിലിയായി വിചിന്തനം മാറിയിട്ടുണ്ട്. അപ്പൊ വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനം ചിലപ്പോൾ നേരിട്ട് എന്തായിരിക്കും? ശിർക്കായിരിക്കും. അള്ളാഹുവേ എന്ന ചോദ്യത്തിന് പകരം ജിന്നെ എന്ന് വിളിച്ചാൽ ആ ചോദ്യം എന്താണ്? ശിർക്കാണ്. അള്ളാഹുവെ സഹായിക്കണേ, ജിന്നെ സഹായിക്കണേ, അള്ളാഹുവെ സഹായിക്കണേ, മുഹദ്ദീൻ ശൈഖെ സഹായിക്കണേ, അള്ളാഹുവെ ഹിദായത്ത് നൽകണേ, ജിന്നെ ഹിദായത്ത് നൽകണേ, അള്ളാഹുവെ വിശപ്പ് മാറ്റണേ, ജിന്നെ വിശപ്പ് മാറ്റണേ, ഇതൊക്കെ എന്താണ്? ശിർക്ക. ഇങ്ങനെ അള്ളാഹു അല്ലാത്ത ജിന്നുകളോടും മനുഷ്യരോടുള്ള ഏത് സൃഷ്ടിയോടുമുള്ള ഇത്തരം സഹായ ചോദ്യങ്ങൾ എന്താണ്? ശിർക്ക. ചില കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ എന്താവുകയില്ല? ശിർക്കാവൂല. പക്ഷെ അത് നമ്മളെ വഴി എന്തിലേക്ക് എത്തിക്കും? ശിർക്കിലേക്ക് എത്തിക്കും. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു മുശ്രിക്കുകളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബിമാരോട്. എന്നിട്ട് അവർ ഖബർ സിയാറത്ത് ചെയ്തില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ എന്ന് പറഞ്ഞു, അലാ കുന്തു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ അലാ ഫസൂറുഹ, നിങ്ങൾ ഞാൻ പണ്ട് നിരോധിച്ചു, ഇനി നിങ്ങൾ എന്ത് ചെയ്തോളൂ? സന്ദർശിച്ചോളൂ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെയുള്ള അതേപോലെ ഹദീസ് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു? ഈ ഹദീസിൽ ആദ്യ കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് നിരോധിക്കാനുള്ള കാരണം അവർ ശിർക്കിൽ നിന്ന് വന്നവരാണ്, മരിച്ചവരോട് പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു. അതിൽ നിന്ന് വന്ന ഉടനെ വീണ്ടും ഖബർ സിയാറത്ത് പറഞ്ഞയച്ചാൽ അവർ എന്താ മനസ്സിലാക്കുക? ആ ശിർക്ക് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ വീണ്ടും അവരെ പഴയ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കും. ആ നിലയ്ക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഖബർ സിയാറത്ത് ആദ്യം എന്തായിരുന്നു? വസീലത്ത് ശിർക്കായിരുന്നു.
അപ്പൊ താൻ ചെയ്യുന്ന ശരിയായ വിശ്വാസം അതോടെ ചിലപ്പോൾ എന്തിലേക്ക് എത്തിക്കും? ശിർക്കിലേക്ക് എത്തിക്കും. അപ്പൊ ശിർക്കിലേക്ക് എത്തിക്കുന്ന ഒരു വഴിയാണെന്ത്? വസായിൽ ശിർക്ക്. ഇപ്പൊ ഇവിടെ ഒരാൾ ജിന്നുണ്ടെന്ന് ഉറപ്പിച്ചു, ചോദിക്കാൻ പാടില്ല. ഉണ്ട്, നമുക്കറിയില്ല. ഒരാൾ പറയാം, ഒരാൾ വെള്ളം തരണേന്ന് പറഞ്ഞു, ഒരാൾ ബുക്ക് വീടുന്ന് എടുത്തു വെക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ട് ഒരാൾ മനസ്സിലാക്കുക. ആര് പറഞ്ഞ പോലെ, അനസ് മുസ്ലിയാർ പറഞ്ഞ പോലെ ജിന്ന് ഇവിടെ ഉണ്ട് എന്ന് വെക്കുക. അപ്പൊ ഞാൻ പറയുന്ന കാര്യം ജിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. പക്ഷേ ആ കേൾക്കുന്നത് സംഗതി പിന്നെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ശിർക്കിന്റെ പരിധിയിലേക്ക് എത്തുന്നില്ലെങ്കിലും തന്റെ കാര്യം നടന്നു കഴിഞ്ഞാൽ നാളെ അവൻ വേറെന്ത് ചെയ്യും? പിന്നെ ഉണ്ടോ അല്ലോ എന്ന് നോക്കൂല. കാര്യം നടക്കാൻ വേണ്ടി ചോദിക്കുവന്. ഇന്ന് കിട്ടിയത് ചെറുതാണെങ്കിൽ നാളെ വലിയത് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്ക് തന്നെ എത്തും. അപ്പൊ അവന് താൽക്കാലികമായി കിട്ടുന്ന ചില ഭൗതിക ഗുണങ്ങൾ എന്ത് ചെയ്യും? അതിലൂടെ ശിർക്കിലേക്ക് എത്തും. അതാണ് വസീല ശിർക്ക്. കാരണം ശൈത്താന്റെ ആവശ്യം എന്താ? മനുഷ്യനെ പഴപ്പിക്കുക. ഇനി ഇതൊന്നും ജിന്ന് ശൈത്താൻ കേൾക്കൂല, എന്ത് മുണ്ടിയാലും ശിർക്കാണെന്ന് പറഞ്ഞാൽ ദജ്ജാൽ വരുന്ന കാലഘട്ടത്തിൽ ദജ്ജാലിന്റെ മുമ്പിൽ ഒരാളെ ഉമ്മാനും വാപ്പാൻ രൂപത്തിൽ പിന്നെ ഒരാൾ വരും. അയാൾ പറഞ്ഞു, ദജ്ജാല് ഞാൻ അള്ളാഹുവാണെന്ന് വിശ്വസിച്ചുകൂടെ? അവൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കൂല. അപ്പൊ ഈ ദജ്ജാൽ ചോദിക്കാം, നിന്റെ ഉമ്മയെ വിശ്വസിക്കാം. അപ്പൊ എന്താ ഉള്ളത്? ദജ്ജാലിന്റെ ആവശ്യപ്രകാരം പിശാചുക്കൾ എന്ത് ചെയ്യും? ഉമ്മാന്റെയും വാപ്പാന്റെയും മുമ്പ് അവിടെ പ്രത്യക്ഷപ്പെടും. ദജ്ജാൽ പറയുന്നത് കേൾക്കാണ്ട് പിശാചു വരുമോ? അതോ അബോധികമായ കഴിവുണ്ടോ അവർക്ക്? എന്ന് പറയണം. ദജ്ജാൽ അവിടെ പിശാചികൾക്ക് കേൾക്കാനുള്ള കഴിവ് അടുത്തുള്ളവർക്ക് ഉണ്ടായത് കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഹാജരാകുന്നത് പാപ്പാന്റെ ഉമ്മാന്റെ രൂപത്തിൽ. അല്ല അബൗദികമായ കഴിവാണോ? ഒക്കെ അബൗദികമാണ് എന്ന് നിങ്ങൾ പറഞ്ഞാലോ? അപ്പൊ അതിനേക്കാളും വലിയ ശിർക്കിലായിട്ട് അള്ളാന്റെ പ്രത്യേകമായ കഴിവിൽ അവരെ പങ്കുചേർക്കലാണ്. ബിസ്മില്ലാന്ന് ചൊല്ലും, വീട്ടിൽ ശൈത്താൻ ഇറങ്ങിപ്പോണു. ഭക്ഷണം കഴിക്കുന്നത് ബിസ്മില്ലാന്ന് പറഞ്ഞ അവർ കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു സംഗതി കേൾക്കുകയാകുമ്പോൾ അത് ദുആ വരുന്നില്ല എന്ന് പറയുന്നുള്ളൂ. എന്തിനേറെ ജമ്യത്തുൽ നമ്മുടെ ബുക്ക് ഇതാ, നിങ്ങൾ മരുഭൂമിയുടെ യാത്ര ചെയ്യുമ്പോ ഒരാൾ എന്ത് പറയാണ്? ശൈത്താൻ നശിക്കട്ടെ എന്ന് പറയരുത്. കാരണം എന്താ? അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ശൈത്താൻ ഗർവ് വർദ്ധിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞ ശൈത്താൻ കേൾക്കണം. ആ ജിന്ന് അടുത്തുള്ളത് കേൾക്കണം. നമുക്കറിയില്ല, എവിടെയെന്നറിയില്ല, ആകാശത്താണെന്നറിയില്ല, ഭൂമിയിലാണെന്നറിയില്ല. അതിനെ കുറിച്ച് ഹദീസ് പഠിച്ചാൽ മതി, മനസ്സിലാവും ഭൂമിയിലാണുള്ളത്, ഇവിടേക്ക് നടക്കുന്നതൊക്കെ. അപ്പൊ ഇവിടെ ഈ ജമിയത്തുൽ നബിയുടെ ബുക്കിൽ പറഞ്ഞ് നമ്മൾ പറയുന്ന ആര് കേൾക്കുന്നുണ്ട്? ഇവിടെ വിഷയം അതാണ്. സംഗതി അവർ കേൾക്കുന്നു എങ്കിൽ അത് എന്ത് വരൂല? ഇബാദത്ത്, അത് പ്രാർത്ഥനയാവൂല. മാത്രമല്ല അവരിൽ നിന്ന് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത് അഭൗതികമായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ പ്രാർത്ഥനയാവുകയില്ല, ചുരുക്കാവുകയില്ല. എന്നാ അഭൗതികമല്ല എന്ന് കരുതി ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പാടില്ല. ചോദിക്കണം ആർക്കും അതെല്ലാം വേണ്ട. ഉഖ്റുജു അദവല്ല എന്ന് പറയാൻ പറ്റുന്നാണല്ലോ. ഇത് കഴിഞ്ഞ നിർത്താം. ഉഖ്റുജു അദവല്ല എന്ന് പറയാൻ പറ്റുന്നാണല്ലോ. ആരോടാ പറയണത്? അതാണ് അത്ര പഠിപ്പിച്ചു. നിങ്ങൾ പറയുകയാണെങ്കിൽ ഉഖ്റുജു അദവല്ല എന്ന് മാത്രമേ പറയാവൂ. അതാരോടാ? അപ്പൊ അത് ശിർക്കാകണ്ടേ? അതും ശിർക്കാകണ്ടേ? എല്ലാം അപ്പൊ മുണ്ടിയ ശിർക്ക്, അനങ്ങിയ ശിർക്ക് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ശരിക്കും ജനങ്ങളെ വസ്വാസിലാക്കാണ്ട് ഈ സംഘടന നശിപ്പിക്കാണ്ട് പറഞ്ഞു കൊടുക്കുക എന്താ തൗഹീദ്, എന്താ ശിർക്ക്. മറ്റുള്ള താല്പര്യങ്ങളൊക്കെ നമുക്ക് വേറെ നടത്താം, അതിനൊക്കെ വേറെ വഴി നോക്കാം. ഇപ്പൊ എന്താണ്ടായത്? തൗഹീദ് പ്രബോധനം നിലച്ചു. പള്ളികളിൽ ഹദീസ് ക്ലാസ് പറ്റൂല, ഇവിടെ പറ്റൂല, ഒന്നും വേണ്ട. ദഅവത്ത് മുരടിച്ചു, ശൈത്താൻ വിജയിച്ചു. ഈ ആളുകളെ കൊണ്ട് കളിച്ചിട്ടുണ്ട്. അതപ്പം നടന്നതും നമുക്ക് ആർക്കും ജിന്നോട് പ്രാർത്ഥിക്കാമെന്നോ സഹായം ചോദിക്കാമെന്നോ വാദമില്ല. പ്രാർത്ഥന സഹായത്തോട്ടമെല്ലാം അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഉദ്ദേശിച്ചതിലും വിഭിന്നമായി ആർക്കും ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. കുറേ ആളുകൾ പറയുന്നു, കുറേ അവനവൻ്റെ താല്പര്യപ്രകാരം അവനവൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി മറ്റുള്ള ചീത്ത പറഞ്ഞുകൊണ്ടുള്ള കുറേ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അതിനപ്പുറം ഇത് ഒന്നുമാണ് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൽ ഇദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാത്തിനും മറുപടി പറയുകയാണെങ്കിൽ കുറേ സമയം വേണം. നേരം വെച്ച് തീരുമാനിച്ച പ്രകാരം ഒരു 2 മിനിറ്റ് ചോദ്യവും ഒരു 5 മിനിറ്റ് ഉത്തരവുമാണെങ്കിൽ ഓരോ വിഷയം ചർച്ച ചെയ്യായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ആദ്യമേ തന്നെ ഇദ്ദേഹം ഒഴിഞ്ഞു മാറി. കാരണം ഞാനിവിടെ സക്രിയയുടെ വാദത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് സക്രിയയുടെ വാദം എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല എന്ന് ഒഴിഞ്ഞു മാറാൻ വെച്ചത്. ഓക്കെ, അതുകൂടി ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ ഞാൻ പറയട്ടെ, ഇപ്പൊ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കേണ്ടായി. വസീലത്തു ശിർക്കാണി എന്ന് പറഞ്ഞ പണ്ഡിതനാണ്. മറുപടി പറഞ്ഞോ ഇല്ലയോ നിങ്ങൾ തീരുമാനിക്കുക. കാരണം ഇത്തരം ഒരു ചിന്താഗതി ജിന്നുകളുടെ വിഷയത്തിൽ വരുന്നത് ഇപ്പോൾ ഇവരിലാണ്, ഇത്തരത്തിലാണ്. മുൻകഴിഞ്ഞ പണ്ഡിതന്മാരാരും ഈ ജിന്നുകളുടെ സഹായത്തിട്ടം വസിയത്തു ശിർക്ക് ആവു എന്ന് പറഞ്ഞ മുൻകാല പണ്ഡിതന്മാരില്ല. പിൽക്കാലത്ത് ആധുനിക ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നിഷേധിക്കുന്നില്ല. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? പിന്നെ വേറെ കാര്യം, അദൃശ്യം ദൃശ്യം എന്നല്ല പറഞ്ഞത്. ഞാൻ ഭൗതികം അഭൗതികമാണ്, അദൃശ്യം ദൃശ്യവും, എല്ലാ ആദൃശ്യവും അഭൗതികമാണ് എന്ന വിശ്വാസം ഇവിടെ മുജാഹിദുകൾക്കില്ല. അത് തെറ്റിദ്ധരിപ്പിക്കാതെ നടത്തിയിട്ടുണ്ട്. ദൃശ്യവും അദൃശ്യവും അല്ല ഞാൻ പറഞ്ഞത്, ഭൗതികവും അഭൗതികവുമാണ്. ആ ഭൗതികവും അഭൗതികവും ആണ് എന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്താ? അവനവനെ തൊള്ളപ്പൊട്ടൊന്നുമല്ല.
ഒരു കാര്യം ഭൗതികമാണോ അഭൗതികമാണോ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു അത് വഹീന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. കാരണം ഈ ആലമു ഷഹാദയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിന് ഒരു ഭൗതിക പുറത്തുള്ള വഹീൻ്റെ ആവശ്യമില്ല. കാരണം എനിക്ക് ഭൗതിക കാര്യം ഇപ്പോൾ ഹനീഫ് സാഹിബിനെ സംബന്ധിച്ച് അദ്ദേഹം എഞ്ചിനീയറാണ്, അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ജിന്ന് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു വിശേഷ ജീവിയാണ്, സൃഷ്ടിയാണ്. മലക്ക് എന്നുള്ള അള്ളാഹു ഒരു വിശേഷ ജീവിയാണ്. അതിനെക്കുറിച്ചുള്ള അറിവുകൾ എങ്ങനെ ലഭിക്കും? അതിനെക്കുറിച്ച് ആ അറിവ് ഗൈബിയാണ്, അത് അദൃശ്യം എന്നല്ല ഞാൻ പറഞ്ഞത്. അദൃശ്യവും ദൃശ്യവും എന്ന് അദ്ദേഹം കുറെ വിശദീകരിച്ച് കുറെ സമ്മാനം മേടിച്ചിട്ട് വാക്കി. ഞാൻ അദൃശ്യം ദൃശ്യം എന്നല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് അഭൗതികം. ആ അഭൗതികത്തിന്റെ അറബി വാക്കെന്താ? ഗൈബ്. ഈ ഗൈബിയായ അറബി എവിടെ നിന്ന് കിട്ടും? അപ്പൊ നമ്മളവിടെ തീരുമാനിക്കേണ്ട എന്താ? ജിന്നി എന്നുള്ളത് 100% ഗൈബിയായ ഒരു ജീവിയാണ്. ഒരിക്കലും അത് ഭൗതിക ലോകവുമായി മനുഷ്യന്റെ ഭൗതിക കാഴ്ചപ്പാടുകളോ ഭൗതിക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നല്ല. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ആ വിചിന്തനത്തിന്റെ അതിന് നിങ്ങൾക്ക് അതിന് കരുവുമ്പോൾ തന്നെ മറുപടി എനിക്ക് കിട്ടില്ല. ഞാൻ മറുപടി കൊണ്ട് ആവശ്യമില്ല. ഞാൻ പറയട്ടെ, അതിന് കരുവുമ്പോൾ തന്നെ മറുപടി അത് എൻ്റെ കയ്യിൽ തോന്നും. ഇത് ഞാൻ പറയട്ടെ, അദ്ദേഹം എഴുതിയ എന്താണ് അദ്ദേഹം മറുപടി പറയുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതുന്ന ദിവസം ഒരിക്കലും ജിന്ന് ഭൗതിക ജീവിയാണ് എന്ന് അബ്ദുൽ ഖാദർ കരുമ്പേൽ പറഞ്ഞിട്ടില്ല. ജിന്ന് ഇല്ല, ജിന്ന് ഭൗതിക ജിന്ന് മനുഷ്യ സംബന്ധിച്ചോളം ഓക്കെ ഒന്ന് കഴിച്ചത് ഒന്ന് പറഞ്ഞു. ഞാൻ വായിച്ചത് ഓക്കെ. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അല്ലാഹു വ്യവസ്ഥപ്പെടുത്തിയുള്ളത് കാര്യകാരണബന്ധ അടിസ്ഥാനം. ഓക്കെ. ഈ ലോകത്ത് ഞാൻ സംസാരത്തിൽ കുറച്ച് സ്പീഡിലുള്ള ഒരാളാണ്. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അല്ലാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാലബന്ധ അടിസ്ഥാനത്തിലാണ്. ആർക്കും തർക്കമില്ല, എല്ലാം കാര്യകാലബന്ധ അടിസ്ഥാനത്തിലേ ഉള്ളൂ. അല്ല, വായിക്കുന്നതിന് കുറച്ച് വിശദീകരണം കൊടുക്കണം. ആ വ്യവസ്ഥകതീതമായ കഴിവ് അള്ളാഹുവിന് മാത്രം പ്രത്യേകതയാണ്. ആ വ്യവസ്ഥകതീതമായ കാര്യകാലബന്ധങ്ങളുടെ വ്യവസ്ഥകതീതമായ കഴിവുകൾ ആർക്കാ സംശയമുള്ളത്? ആർക്കാ തർക്കമുള്ളത്? ഇല്ല, ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറയട്ടെ, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമല്ല അഭൗതികം. കാര്യബന്ധങ്ങൾക്ക് അതീതമല്ലാത്തൊരു കാര്യം. ഇനി ഞാൻ പറഞ്ഞത് ഒരു വ്യത്യാസമില്ല. ഇതിനെതിരായിട്ട് ഒരിക്കലും മുജാബസ്തനിക്കാനും പറയുന്നത് തെളിയിക്കാനും പറ്റില്ല. ഇനി ഞാൻ പറയട്ടെ, മലക്കുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാലങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. ഒരു മിനിറ്റ് ശരിക്കും ഞാൻ ഒന്ന് കേൾക്കും. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക്, നമുക്കല്ല. അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. നിങ്ങൾക്ക് വാദമുണ്ടോ അത് അവർക്ക് അള്ളാഹു വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ് എന്നും? ഇല്ലല്ലോ. എങ്കിൽ പിന്നെ കാര്യം ശരിയല്ല. ഒരു മിനിറ്റ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഏതിനെക്കുറിച്ച് ജിന്നുകളും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാലമെന്നോ കഴിയുന്ന ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. അത്രേ ഉള്ളൂ. ഇല്ല ഞാൻ പറയട്ടെ. അല്ലല്ല, ഞാൻ പറയട്ടെ. നിങ്ങൾ ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ. ഇതിന് അടിസ്ഥാനത്തിൽ നിങ്ങൾ വേണ്ടി ചോദിക്കാൻ ആദ്യം അത് വായിക്കട്ടെ. അന്നും ഇന്നും എന്നും മുജാ നിലപാട് ഇതാണ് എന്നിരിക്കെ അവർ തൗഹീദ് എങ്ങനെയാണ് പ്രതിസന്ധരാവുക? ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് എന്താ പറയുക? നിങ്ങളിപ്പോൾ അത് ഞാൻ അത് വായിച്ചപ്പോൾ വലിയ സന്തോഷത്തിൽ പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്നത് ഈ ആശയത്തെ കോട്ടിമട്ടിൽ എന്ന് എന്ത് ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഇവിടെ ഭൗതിക ലോകത്താണ്. നമ്മൾ ജിന്നുകൾ ലോകത്തേക്ക് പോയി നോക്കാം. ജിന്നുകൾ ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കേൾക്കും. നമ്മൾ ജിന്നുകൾ ഒരു ഉദാഹരണമായിട്ട് ജിന്നുകൾ ലോകത്തേക്ക് പോയി നോക്കാം. അപ്പൊ നമ്മൾ ജിന്നുകളെ കാണുന്നുവെങ്കിൽ നമ്മൾ സംബന്ധിച്ച് അതിങ്ങനെ ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം, അവരുടെ രംഗം, അവരുടെ ബന്ധമുള്ള കാര്യങ്ങൾ തീർച്ചയായും അവരെ സംബന്ധിച്ചും അബോധികമല്ല. ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ? ചോദിക്കട്ടെ സുഹൃത്തുക്കളെ,
ഇതിൽ പറയുന്നുണ്ടോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ടോ? മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജിന്നുകളുടെ ലോകം അത് ഭൗതിക അല്ല. ഇത് ജിന്നുകളെ കുറിച്ചുള്ള സഹായാഭ്യാസനയും മറ്റുമായി ബന്ധപ്പെട്ടതാവുമ്പോ അതേക്കുറിച്ച് മറുപടി വരേണ്ടത്. ഞാൻ പറയട്ടെ ജിന്ന് പിശാജ് മനുഷ്യ വേഷത്തിൽ മുമ്പിൽ വന്നു, അത് ഭൗതികമോ അഭൗതികമോ? എന്താ അത് ചർച്ചയാവണം. കാരണം എന്താ കാര്യം മനസ്സിലാക്കാൻ ചർച്ചയാവണം. ഞാൻ ജിന്നുമായി ബന്ധപ്പെടുന്നുണ്ട്, എന്റെ മുമ്പിൽ ഒരു ഞാൻ ഇവിടെ നിന്ന് ഇനി ഏതെങ്കിലും കാര്യം അല്ല 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 ഇത് അംഗീകരിക്കുന്നു. പക്ഷെ ഇത് അംഗീകരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അംഗീകരണമല്ല. അത് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അംഗീകരണമല്ല. എന്തുകൊണ്ട്? സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, ഇതൊരിക്കലും, കാരണം ഇത് പറഞ്ഞത് ഇത് അവരുടെ ഞാൻ അല്ലല്ല ഒരു കാര്യം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അല്ലാഹു വ്യവസ്ഥപ്പെടുത്തിയുള്ള കാര്യവാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ വാദമല്ലല്ലോ അല്ലെ? ഈ ലോകത്ത് കാര്യകാര ബന്ധ അടിസ്ഥാനത്തിലല്ലാത്ത ഒരു കാര്യവും നടക്കുന്നില്ല, അല്ലാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, മാത്രമല്ല ആ വ്യവസ്ഥക്ക് അതീതമായ കഴിവുകൾ അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുകൾ ആര് പ്രത്യേകതയാണ്? അള്ളാഹു പ്രത്യേകതയാണ്. ആർക്കാ തർക്കമുള്ളത്? ഇനി മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങൾ കാര്യകാരം നമുക്ക് വെടി കിട്ടുന്നില്ലെങ്കിലും അവിടെ നമുക്ക് അവരെ കുറിച്ച് പ്രവർത്തനം നമുക്കറിയില്ല. പക്ഷേ അതെല്ലാം ആർക്ക്? അവർക്ക്, നമുക്കല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട എന്താ? നാമുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കാര്യകാരങ്ങൾ ബന്ധങ്ങൾക്ക് അതീതമാണോ അല്ലയോ നമ്മളായി നിൽക്കേണ്ടത്. കാരണം ഇവിടെ നമ്മൾ ഈ വാദമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ തെളിവുണ്ടാക്കുന്നത് ജിന്നുകൾ അവിടെ ഉണ്ടെന്നുള്ള വിഷയമല്ല. ജിന്നുകൾ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഭൗതികമാണോ അഭൗതികമാണെന്ന നിലക്കാണ്. ആ നിലക്ക് നമുക്ക് ജിന്നോ സഹായം ചോദിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. നേരെ മറിച്ച് ഞാൻ അല്ലല്ല നിങ്ങൾ അങ്ങനെ ഇതൊന്ന് വിശദീകരിക്കട്ടെ. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇബ്ലീസ് മനുഷ്യവേഷത്തിൽ വന്നു. ആ ഇബ്ലീസിനോട് സംസാരിച്ചത് അല്ലെങ്കിൽ സഹായം തേടിയത് എന്താ? ഒരിക്കലും ശിർക്കാന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? അത് മനുഷ്യവേഷത്തിലാവുന്നത്. അപ്പോൾ ഒരിക്കലും, കാരണം അപ്പോൾ തീർച്ചയായും അത് ഭൗതിക ലോകത്താണ്. ഈ മനുഷ്യമേഖലം അത് ഭൗതികമായ കാഴ്ചപ്പാടാണ്, ഭൗതികമായിട്ട് തന്നെ മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ ഒരിക്കലും എന്തല്ല, ആ ജിന്നോട് ഒരു സഹായം ചോദിച്ചാൽ അത് ശരിക്കാന്ന് പറയാൻ കഴിയില്ല. ഒരു മിനിറ്റ്, ഇനി പക്ഷെ ആ ജിന്നത് പറഞ്ഞു കൊടുത്ത ആരാ? നബി സല്ലല്ലാഹു പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മിനിറ്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തപ്പോൾ മാത്രമാണ് ആ ജിന്നാണ് എന്ന് സഹാബിക്ക് മനസ്സിലായത്. അതുവരെയും ആ ജിന്നല്ല, മനുഷ്യൻ തന്നെയാണ്. അതുവരെയും അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനം ഈ വിഷയത്തിലാണ് ഇവിടെ പ്രശ്നമുണ്ടായിട്ടുള്ളത്. ഈ വിഷയം അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നതിലാണ് വ്യത്യാസം. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളോട് സഹായം ചോദിക്കാൻ എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ഒന്ന്, അതുകൊണ്ട് മാത്രമാണ് എന്നല്ല, അതുകൊണ്ട് മാത്രം ഒരിക്കലും എന്തല്ല ഒരു കാര്യം ശരിക്കാവുന്നില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോ ഏതെങ്കിലും ഒരവസരത്തിൽ ജിന്നു സഹായം തേടിയിട്ടില്ല. അതല്ലെങ്കിൽ ജിന്ന് അത്തരം ഒരു ചർച്ച തന്നെ പിൽക്കാത്തവർ നമ്മൾ മനസ്സിലാക്കണം. ജിന്നുകളുടെ സഹായം തേടിയിട്ടില്ല. പിന്നെ ജിന്നുകളുടെ സഹായം തേടുന്നത് ശിർക്കാവുന്നത് എങ്ങനെ? ഒന്ന്, നാം ഭൗതിക സഹായം തേടണമെങ്കിൽ അത് നമുക്ക് അനുഭവവേദ്യമാകുന്ന ഒന്നിനോടായിരിക്കണം. അതിനെയാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് വിശദീകരിച്ചത്. ആ ജിന്ന് മനുഷ്യൻ ഹാദിറും ഹാദിറുമായി മനസ്സിലാക്കാനുള്ളത്. അതിനപ്പുറം അതെങ്ങനെ സമയത്ത് ശിർക്കാവുക? അത് ഞാൻ പറയട്ടെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വന്നത് ഇത് ജിന്നാണ് പറഞ്ഞു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒതുക്കി വെച്ചു. അത് ശിർക്കാന്ന് എങ്ങനെ പറയാം? കാരണം ഈ സഹാബി സംബന്ധിക്കുന്ന ആരെ ജിന്നല്ല. ഈ സഹാബിയെ സംബന്ധിച്ചിടത്തോളം ജിന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നവരെയും ഒരു മനുഷ്യനാണ്. എങ്ങനെയുള്ള മനുഷ്യൻ? തൻ്റെ മുമ്പിൽ ജീവിച്ചിരിക്കുമ്പോൾ താൻ കാണുന്ന, തൻ്റെ കണ്ണുകൾ കാണാൻ കഴിയുന്ന, തനിക്ക് അനുഭവവേദ്യമാകുന്ന മനുഷ്യൻ. അതെങ്ങനെ ശിർക്കാവും?
ഇതിന്റെ ഈ അതിസൂക്ഷ്മമായ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാത്താണ് പ്രശ്നം. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഇവിടെ ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജിന്ന് ഇവിടെ വന്നു നിൽക്കാം, ഒരു കൂടലിൽ ജിന്ന് വന്നു നിൽക്കാം. അത് ശരി, ഇങ്ങനെ ആണെങ്കിൽ എന്ന് നിങ്ങൾക്ക് അഭിപ്രായം അല്ല, വ്യത്യാസമുണ്ട്, രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് നേർക്കുനേരെയുള്ള കാഴ്ചയും അനുഭവമാണ്, മറ്റൊന്ന് ചിന്തയാണ്. അപ്പൊ നമ്മൾ അത് മതിയെന്നല്ല, അത് മതി, അത് പോരാ. ഇവിടെ ഇത് വെച്ചിട്ട് ഞാൻ പറയട്ടെ, ഇത് വെച്ചിട്ട് ഇത്തരം ഒരു തീരുമാനമുണ്ടാക്കാൻ, അല്ല ഇത്തരം ഒരു വാദമുണ്ടാക്കാൻ എവിടെ ജക്കാരിക്ക് തെളിവിട്ടിയത്? തെളിവെവിടെ? പിന്നെയും നിങ്ങൾ വാദം ഉണ്ടാക്കിയില്ലെങ്കിൽ കൊപ്പരക്കളത്ത് വെച്ച് നടന്ന CD അഥവാ ഉണ്ടെന്ന് തെളിയിച്ചാലോ? അല്ല, അതെന്തോ പറയട്ടെ. ഞാനീ പറയുന്ന വാദം അഥവാ ഹാലിറായ ഖാദിറായ ജിന്നുകളുടെ സഹായം തേടിയാൽ അത് ശിർക്കാവില്ല, അത് വസിയത്ത് ശിർക്കേ ആവൂ, അത് ഹറാമേ ആകൂ എന്ന വാദം സക്കരിയ പറഞ്ഞു എന്ന് തെളിയിച്ചാൽ ഞാൻ പറയട്ടെ, ഇവിടെ തീരുമാനമായിട്ടില്ല.